നമസ്കാരം. ക്രിസ്മസ് ഒക്കെ വരികയാണ്. ഇനി സ്നേഹസന്ദർശനവുമായി കുറേ കയ്യിൽ കേക്കുകളുമായി വീടിൻ്റെ പടികടന്നെത്തുന്ന കുറച്ച് പേരെ കാത്തിരിക്കണം. മറ്റാരുമല്ല, നമ്മളുടെ നാട്ടിലെ സംഘപരിവാറുകാർ അല്ലെങ്കിൽ BJP-ക്കാർ. അങ്ങനെ സ്നേഹസന്ദർശനത്തിന് കേക്കുമായി വരുന്നവരുടെ കേക്കിൻ്റെ മാധുര്യം നൊട്ടി നുണയുന്നതിന് മുൻപ് ചില കാര്യങ്ങൾ മനസ്സിലാക്കണമെന്ന് അങ്ങ് അലഹബാദിൽ നിന്നും ഒരു വൈദികൻ പറയുന്നു. ആ വൈദികൻ്റെ പേര് ബാബു സെബാസ്റ്റ്യൻ എന്നാണ്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന് നേരിടേണ്ടി വന്ന ചില ദുരനുഭവങ്ങളെക്കുറിച്ച് പറയുകയാണ് അദ്ദേഹം. അലഹബാദിലെ ഒരു സാമൂഹ്യ സേവനവുമായി ബന്ധപ്പെട്ട ഒരു കേന്ദ്രത്തിൻ്റെ ഡയറക്ടർ കൂടിയാണ് ഈ ബാബു സെബാസ്റ്റ്യൻ എന്ന വൈദികൻ. അദ്ദേഹത്തിന് ചില കാര്യങ്ങൾ പറയുവാനുണ്ട്. ഉത്തർപ്രദേശ് എന്ന് പറയുന്ന സംസ്ഥാനം ഒരിക്കലും നീതി നടപ്പിലാകാത്ത, അതല്ലെങ്കിൽ ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും നീതി നടപ്പാകാത്ത ഒരു സംസ്ഥാനമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു എന്നുള്ള സാക്ഷ്യപ്പെടുത്തലാണ് അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അദ്ദേഹം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തൃശ്ശൂർ സ്വദേശികളായ സിറോ മലബാർ രൂപത സഭാവിശ്വാസികളായ ഒരു കുടുംബത്തിൽ നിന്ന് ഉള്ള ഒരാളാണ്. അദ്ദേഹം വർഷങ്ങളായി അലഹബാദിലാണ്. അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ അലഹബാദിൽ ജോലി ചെയ്തു വരികയാണ്. അദ്ദേഹം പിന്നെ ദൈവവിളി ഉണ്ടായി എന്നൊക്കെ പറയില്ലേ, അങ്ങനെയൊക്കെ അദ്ദേഹം ഒരു വൈദികനായി മാറുകയായിരുന്നു എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അവിടെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ പലപ്പോഴും ഈ വൈദികന്മാർക്ക് നേരിടേണ്ടി വരുന്ന ദുരവസ്ഥ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം ഉപയോഗിച്ചുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാകുമ്പം ഏകദേശം 10 ലക്ഷം രൂപ തടവും പിഴയും ഒക്കെ 10 ലക്ഷം രൂപ പിഴയും തടവും ഒക്കെ ലഭിക്കാൻ സാധ്യതയുള്ള കുറ്റകൃത്യമാണ് അവരെ സംബന്ധിച്ചിടത്തോളം നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം. ഈ നിയമം ആ സംസ്ഥാനത്ത് വളരെ കാര്യക്ഷമമായി പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നിയമമാണ് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. ഈ വൈദികൻ തന്നെ ഏകദേശം 83 ദിവസക്കാലത്തോളം ജയിലിൽ കഴിയേണ്ടി വന്നിട്ടുണ്ട്. കാരണം മറ്റൊന്നുമല്ല, ഇദ്ദേഹത്തിനെതിരെ വധശ്രമം ഉൾപ്പെടെ ജാമ്യമില്ലാ വകുപ്പുകൾ ചുമത്തി ഇദ്ദേഹത്തെ അകത്തിടുകയായിരുന്നു. അങ്ങനെ ഉത്തർപ്രദേശിൽ മാത്രം 25ഓളം വൈദികന്മാരെയും അതിലധികം പാസ്റ്റർമാരെയും പിടിച്ച് ജയിലിൽ അടച്ചു വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിവിശേഷമാണുള്ളത്. ഇത് അദ്ദേഹം തുറന്നു പറയുകയാണിപ്പോൾ. കാര്യം ക്രിസ്മസ് ആണ് വരുന്നത്. പലരും ചുണ്ടിൽ ചിരിയും സ്നേഹ സന്ദർശനം എന്നുള്ള ഓമന പേരുമൊക്കെ ഇട്ട് നേരെ കേക്കുമായി വീട്ടിലേക്ക് വരുമ്പോൾ ഇക്കാര്യങ്ങൾ കൂടി ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കണം എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. അദ്ദേഹത്തിന് ഇതുപോലെ അവിടെ അടുത്തുള്ള ഒരു പീറ്റർ എന്ന് പറയുന്ന ഒരാളെ അവിടെ നിന്ന് ജയിലിൽ പിടിച്ചുകൊണ്ടുപോയി. അതായത് നൈനി പോലീസ് ഏകദേശം കഴിഞ്ഞ വർഷം ഒക്ടോബർ മാസം 1-ാം തീയതി. അപ്പം ഇതിൽ തന്നെ ഈ സാമൂഹ്യ സേവന മിഷനിൽ ജോലി ചെയ്യുന്ന ഒരു ചെറുപ്പക്കാരൻ, അതായത് പീറ്റർ പോൾ എന്ന് പറയുന്ന ഒരാളെയും 2 തമിഴന്മാരെയും, ഇതുമായിട്ട് ഈ സംഘടനയായിട്ട് ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവരാണ്. ഇവരെ പോലീസ് വന്ന് അതിക്രമിച്ചു വന്ന് നൈനി പോലീസ് എന്ന് പറയുന്ന ഒരു വിഭാഗം അവിടെ നിന്നുള്ള പോലീസായിരുന്നു ഇവരെ പിടിച്ചുകൊണ്ട് പോയി. അപ്പോൾ സ്വാഭാവികമായി ഒരു വൈദികൻ എന്നുള്ള നിലയിൽ ഇതിനെക്കുറിച്ച് അന്വേഷിക്കാനും ആ പാവങ്ങളെ എന്തിനാണ് ആ ജയിലിൽ പിടിച്ചിട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്ത് തെറ്റ് ചെയ്തിട്ടാണ് എന്നറിയാൻ വേണ്ടി അദ്ദേഹം അവിടേക്ക് ചെന്നു. അവിടെ ചെന്ന് എങ്ങനെയെങ്കിലും അവരെ റിലീസ് ചെയ്യാൻ പറ്റുന്ന കുറ്റമാണ് അവർ ചെയ്തതെങ്കിൽ നമ്മുടെ നാട്ടിൽ സാധാരണ ചെയ്യാറുള്ള കാര്യങ്ങളാണ് ഇതെല്ലാം. അവിടെ ഒരു സ്റ്റേഷനിലേക്ക് കയറി ചെല്ലുമ്പോൾ അവിടെയുള്ളവർ സാധാരണ നമ്മുടെ നാട്ടിലൊക്കെ മതം ചോദിക്കാറില്ല, ജാതി ചോദിക്കാറില്ല. ഇനിയും ഇൻകേസ് അവിടെ ഇറക്കാൻ ചെല്ലുമ്പോൾ ചിലപ്പോൾ ചോദിക്കും, ഇനി നിന്നെ ഇറക്കാൻ ആര് വരുവടാ എന്ന് പോലീസുകാർ തമാശയോടുകൂടി ചോദിക്കുന്നത് ചിലപ്പം ആ നാട്ടിൽ എന്തെങ്കിലും വളരെ പ്രധാനപ്പെട്ട പെറ്റി കേസുകളൊക്കെ നിലവിലുള്ള ആൾക്കാരുടെ ആയിരിക്കും അങ്ങനെയൊക്കെ സ്വാഭാവികമായിട്ടും ചോദിക്കുന്നത്. ചിലപ്പം എന്തെങ്കിലും ചെറിയ ചാരായക്കടത്ത് കേസോ അല്ലെങ്കിൽ കള്ളവാറ്റോ അല്ലെങ്കിൽ അടിപിടി കേസോ അങ്ങനെ എന്തെങ്കിലും ചെറിയ ചെറിയ കേസുകളൊക്കെ ഉള്ള ആൾക്കാരായിരിക്കും ചിലപ്പം സ്റ്റേഷനിൽ ചെന്നിട്ട് അതെ എൻ്റെ കൂട്ടുകാരനാണ് ഒന്ന് ഇറക്കണേ എന്ന് പറയുമ്പോൾ ഉടനെ പോലീസ് തിരിച്ചു ചോദിക്കുന്ന ചോദ്യമാണ്, ഇനി നിന്നെ ഇറക്കാൻ ആര് വരും? ഇങ്ങനെയൊക്കെയുള്ള ചെറിയ ചെറിയ ഇൻസിഡൻസ് ഒക്കെ നമ്മുടെ കേരളത്തിൽ അത്തരം സംഭവങ്ങൾ ഉണ്ടാകാറുള്ളൂ. പക്ഷേ ഇതങ്ങനെയല്ല. അദ്ദേഹം ഒരു വൈദികനാണ്. ഒരു വൈദികൻ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ ചെന്നാലും അദ്ദേഹത്തിന് ലഭിക്കുന്ന ഒരു മാന്യതയുണ്ട്. അതിനിപ്പോൾ ഏത് പോലീസ് സ്റ്റേഷനാണെങ്കിലും ഒരു മാന്യത കിട്ടും. അവിടെ ചെന്ന് കഴിയുമ്പോൾ വരൂ എന്നുള്ള ലെവലിൽ ഫാദർ എന്ന് വിളിക്കാറുണ്ട് പലപ്പോഴും പല പോലീസുകാരും. പക്ഷേ ഇവിടെ അങ്ങനെയല്ലായിരുന്നു. ഇദ്ദേഹം അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം നിർബന്ധിതമായി മതപരിവർത്തനം നടത്തുന്നത് കണ്ടു എന്ന് പറയുന്ന രീതിയിലാണ് കേസ്. അതായത് ഈ നമ്മളവിടെ ചെന്ന ബാബു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വൈദികൻ അവിടെ, അതായത് പള്ളിയിലച്ചൻ, അദ്ദേഹം അവിടെ മതപരിവർത്തനം നടത്തുന്നത് കണ്ടു എന്ന് പറയുന്നത്. അവിടുത്തെ ശരിക്കും പറഞ്ഞാൽ വൈഭവനാഥ് ഭാരതി എന്ന് പറയുന്ന ഒരു പ്രാദേശിക BJP നേതാവാണ് ഇമാതിരി ഉടായിപ്പിനെല്ലാം നിൽക്കുന്നത്. കാര്യം ഇദ്ദേഹം ചെന്ന് പരാതി കൊടുക്കും. ഈ പറയുന്ന പോലെ പീറ്റർ പോൾ എന്ന് പറയുന്ന ആളും തമിഴന്മാരും എല്ലാം കൂടെ ചേർന്നിട്ട് പള്ളിക്കുള്ളിൽ വെച്ചുകൊണ്ട് ഇവരെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു. പലരെ ഹിന്ദുക്കളെയൊക്കെ മതപരിവർത്തനം നടത്താൻ വേണ്ടി പ്രേരിപ്പിക്കുന്നു. അത് നിർബന്ധിത മതപരിവർത്തനമാണ്. അപ്പോൾ അതിനെ നിരോധിക്കാൻ വേണ്ടി നിയമങ്ങളുണ്ട് എന്നുള്ളതാണ് നമ്മൾ അറിയേണ്ടത്. അത് ഒരിക്കലും പാടില്ലാത്ത കേസാണ്.
നിർബന്ധിതമായി ഒരാളെ അയാളുടെ മതത്തിൽ നിന്ന് നമ്മൾ മാറ്റാൻ പാടില്ല. അങ്ങനെയൊക്കെയുണ്ട്. അപ്പം അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വൈഭവനാഥ് ഭാരതി നേരെ പലയിടത്തും ഇങ്ങനെ കേസുകൾ കൊടുക്കുന്ന ഒരാളാണ് ഇതിൻ്റെ പേരിൽ. അപ്പോൾ അങ്ങനെ അവിടെ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പറയുന്നത്, ഇദ്ദേഹവും അതായത് ഈ ബാബു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വൈദികനും നിർബന്ധിതമായി പള്ളിക്കുള്ളിൽ വെച്ച് ഹിന്ദുക്കളെ മതപരിവർത്തനത്തിന് പ്രേരിപ്പിക്കുന്നു. അപ്പോൾ അത് തെറ്റല്ലേ? അപ്പം നിർബന്ധിതമായി അവരെ ഭീഷണിപ്പെടുത്തി ബലം പ്രയോഗിച്ച് മതപരിവർത്തനത്തിന് ശ്രമിച്ചപ്പോൾ ചിലർ ചോദിക്കാൻ ചെന്ന ഒരാളുടെ കഴുത്തിൽ ഷാൾ ഇട്ട് വരിഞ്ഞ് മുറുക്കി അദ്ദേഹത്തെ കൊലപ്പെടുത്താൻ ശ്രമിച്ചു. അയ്യോ, ഭയങ്കര കേസാണ് അത്. വധശ്രമമാണ്. ഇത് തന്നെ ജാമ്യമില്ലാ വകുപ്പാണ്. നിർബന്ധിത മതപരിവർത്തനം എന്ന് പറഞ്ഞാൽ തന്നെ ജാമ്യമില്ലാ വകുപ്പാണ്. അക്കൂട്ടത്തിൽ അത് ചോദിക്കാൻ ചെന്ന ഒരാളെ ഈ ബാബു സെബാസ്റ്റ്യൻ കഴുത്തിൽ ഷാള് മുറുക്കി കൊലപ്പെടുത്താൻ ശ്രമിച്ചു അത്രേ. ആ കേസും കൂടി ഈ പാവം വൈദികന്റെ തലയിലേക്ക് കെട്ടിവെച്ചു പോലീസ്. അങ്ങനെ അദ്ദേഹത്തെ ജയിലിലേക്ക് മാറ്റി. ഏകദേശം 83 ദിവസം അദ്ദേഹം ജയിലിൽ കഴിയുകയാണ്. ആ ജയിലിൽ കഴിഞ്ഞ് അദ്ദേഹത്തെ പിന്നീട് പുറത്തേക്ക് ജാമ്യം നേടി അദ്ദേഹം പുറത്തേക്ക് വരുന്നു. അപ്പോൾ അതുവരെ ഇദ്ദേഹം ജയിലിൽ എന്ന് പറഞ്ഞാൽ അവിടെ ജയിലിൽ യാതൊരു തരത്തിലുള്ള ഒരു സാധാരണ ഒരു ജയിൽ എന്നൊക്കെ പറഞ്ഞാൽ അവിടെ ഉപദ്രവത്തിൻ്റെ ബഹളമാണ്. അവിടെ ഒരു മനുഷ്യനോട് പെരുമാറുന്ന രീതിയിലല്ല ഇത്തരക്കാരെയൊക്കെ അല്ലെ ക്രിസ്ത്യാനികളെയൊക്കെ ഇത് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ കൊണ്ടുവന്ന്. എന്നാൽ ഇങ്ങനെ ഒരു സംഭവത്തിന് ഇദ്ദേഹത്തെ പിടിയിലായെങ്കിൽ 83 ദിവസം ഒരാളെ ജയിലിലിട്ടെങ്കിൽ തീർച്ചയായും അയാൾ ചെയ്ത കുറ്റം എന്താണ്, അയാൾ ചെയ്ത തെറ്റെന്താണ് എന്നുള്ളതിനെക്കുറിച്ചൊരു അന്വേഷണം നടത്താൻ അവിടുത്തെ അധികാരികൾ ബാധ്യസ്ഥരാണ്. പാവപ്പെട്ട ഒരു മനുഷ്യനെ ഇത്രയും കാലം അവിടെ കൊണ്ടിട്ട് പീഡിപ്പിക്കുമ്പോൾ 83 ദിവസം എന്ന് പറഞ്ഞാൽ ചെറിയ കാലയളവൊന്നുമല്ലല്ലോ. ഏകദേശം 1.5 മാസക്കാലം അദ്ദേഹം ജയിലിൽ കിടന്നു എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. 2.5 അല്ല, അതിൽ കൂടുതൽ. ഏകദേശം ഒരു 2.25 മാസക്കാലത്തോളം അതിൽ ജയിലിൽ കിടന്ന സമയത്ത് പോലും ഇദ്ദേഹം ചെയ്ത തെറ്റെന്താണെന്നോ അല്ലെങ്കിൽ ഇദ്ദേഹം അങ്ങനെ ഒരു തെറ്റ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിൽ സത്യസന്ധമായ അല്ലെങ്കിൽ ഒരു അന്വേഷണം, സത്യസന്ധമെന്ന് പറയുന്നില്ല, ഒരു അന്വേഷണം നടന്നിട്ടില്ല. അദ്ദേഹം അത്രയും കാലം ആ ജയിലിൽ തന്നെ കിടക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് അദ്ദേഹം പറയുന്നത്, അവിടെ ക്രിസ്ത്യാനികൾക്കോ മുസ്ലിമിനോ നീതി എന്ന് പറയുന്ന കാര്യം കിട്ടാക്കനിയാണ്. ഉത്തർപ്രദേശിൻ്റെ അവസ്ഥയാണ് പറയുന്നത്. അങ്ങനെ നമ്മുടെ രാജ്യത്ത് പല ഭാഗങ്ങളിലും ക്രിസ്ത്യാനികൾക്കെതിരെ ഈ രീതിയിൽ ഈ നിർബന്ധിത മതപരിവർത്തന നിരോധന നിയമം തെറ്റായ രീതിയിൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരെയും പിടിച്ച് ജയിലിലടയ്ക്കാൻ വേണ്ട, അതായത് കാപ്പ ചുമത്തുകയില്ലേ എന്ന് പറയുന്ന പോലെയാണ്. ക്രിസ്ത്യാനികൾ വളരെ ഭയപ്പാടോടുകൂടിയാണ് ഈ സംസ്ഥാനം. നമ്മൾ നേരത്തെ രാജസ്ഥാൻ്റെ കാര്യം ചർച്ച ചെയ്തിട്ടുണ്ടായിരുന്നു. രാജസ്ഥാനിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നു, മഹാരാഷ്ട്രയിൽ ഇത്തരത്തിൽ സംഭവിക്കുന്നു. ഇതൊക്കെ നമ്മൾ നേരത്തെ തന്നെ കുറച്ച് നാളിന് മുമ്പെല്ലാം ചർച്ച ചെയ്തതാണ്. ഇവ ഈ ക്രിസ്മസ് ആയതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് കൂടുതൽ പറയേണ്ടി വരുന്നത്. കാര്യം ഇവർ വീണ്ടും എനിക്കൊന്ന് ബാബു സെബാസ്റ്റ്യൻ എന്ന് പറയുന്ന വൈദികൻ ഒരുപക്ഷെ ഇത് പറയുന്നത് ക്രിസ്മസ് വരുന്നില്ലേ, അപ്പം ഈ അഭിനവ ക്രിസംഖികൾ എന്ന് പറയുന്ന ഒരു വിഭാഗം ആൾക്കാരുണ്ട്. അവരൊക്കെ ഇനിയും കേക്കുകളും ഒക്കെ ആയിട്ട് വീട്ടിലേക്ക് വരുമ്പോൾ നമ്മൾ ചിരിച്ചുകൊണ്ടായിരിക്കും പല ക്രിസ്ത്യാനി കുടുംബങ്ങളും അവരെ സ്വീകരിക്കുന്നത്. അപ്പോൾ നമ്മൾ പലപ്പോഴും ആലോചിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, വളരെ കാലത്തിന് മുമ്പ് നമ്മുടെ നാട്ടിൽ ഒരു പാസ്റ്ററേയും അവരുടെ കുടുംബത്തെയും ചുട്ടുകരിച്ച നാടാണ് നമ്മളുടേത് എന്നുള്ള ഒരു സത്യാവസ്ഥ നമ്മൾ മറന്നു പോകരുത്. അത്രത്തോളം തീവ്രമായ വർഗീയ ചിന്തയുള്ളവരാണ് പലപ്പോഴും നമ്മുടെ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഉള്ളത് എന്നുള്ളതിനെക്കുറിച്ച് മറക്കരുത്. അവരുടെ വക്താക്കളാണ് ഇപ്പോൾ ഈ സ്നേഹസന്ദർശനവുമായി വീട് വീടാന്തരം കയറി ഇറങ്ങുന്നത് എന്നും ഈ നാട്ടിലെ ക്രിസ്ത്യാനികൾ ഒന്നോർക്കണം.